112 വർഷം പഴക്കമുള്ള അബ്കാരി നിയമം പൊളിച്ചെഴുതിയാണ് നീരയ്ക്ക് വഴി തുറന്നിരിക്കുന്നത്. നാളികേര വികസന ബോർഡ്, കൃഷി വകുപ്പ്, എക്സൈസ് വകുപ്പ് എന്നിവർ സംയുക്തമായി ആലോചിച്ചും ചർച്ച ചെയ്തുമാണ് നീരയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേര കർഷകർ ഇനി രക്ഷപ്പെടും. കള്ളുചെത്ത് വ്യവസായവും സംരക്ഷിക്കപ്പെടും. നീര ചെത്ത് വരുന്നതോടുകൂടി ചെത്തു തൊഴിലാളികൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ? ആശങ്കയൊക്കെ മാറ്റി തൊഴിലാളിക്ക് ദോഷമില്ല എന്ന് മാത്രമല്ല, ഇതുകൊണ്ട് കൂടുതൽ പ്രയോജനമേ ഉണ്ടാകൂ എന്ന് ബോധ്യപ്പെടുത്തി അങ്ങനെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുമുള്ള പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ കിട്ടി. കർഷകന് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ നീരയുടെ ഉൽപാദനം, വിതരണം കൊണ്ട് സാധിക്കും എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുക. നീരയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണി പിടിക്കുന്നതോടെ കർഷകന്റെ ദുരിതകാലം തീരുമെന്ന് മന്ത്രി കെ.പി. മോഹനൻ അഭിപ്രായപ്പെട്ടു. വിപണി നിർബന്ധമാണ്, വിപണി കൈയടക്കണം. വിപണി ഇവിടെ മാത്രമല്ല, രാജ്യാന്തര മേഖലയിൽ ഇതിന് നല്ല സാധ്യതകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. മരുതോങ്കര മുള്ളംകുന്നിലെ 2 ഏക്കർ 13 സെന്റ് സ്ഥലത്താണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. ഷെയർ സമാഹരണത്തിലൂടെ ഏറ്റവും കൂടുതൽ തുക കണ്ടെത്തിയ കർഷക കൂട്ടായ്മയാണ് കുറ്റ്യാടി കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. 6 മാസത്തിനുള്ളിൽ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാകും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.